വളരെ സന്തോഷം തോന്നി. കോൺഗ്രസിന് ഇപ്പോഴെങ്കിലും കർഷകരോടൊരു സ്നേഹം വന്നല്ലോ. കർഷക മോർച്ച ഈ സമരം പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയായി. ഞങ്ങളതിൻ്റെ പ്രചരണം ആരംഭിച്ചപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് കർഷകരോട് പെട്ടെന്ന് സ്നേഹം തോന്നിയത്. എൻ്റെ മുൻ MLA പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, നിങ്ങൾ പാലക്കാട്ടുകാരെ വഞ്ചിച്ചിട്ട് പോയിട്ടിപ്പോൾ 6 മാസമാവാൻ പോകും. എന്തേ ഇതുവരെ കർഷകർക്ക് വേണ്ടിയിട്ട് വായ തുറക്കാൻ പറ്റിയില്ല? കഴിഞ്ഞ കൊയ്ത്തുകാലം കഴിഞ്ഞ സമയത്തും ഇവിടുത്തെ കർഷകർ നെല്ല് സംഭരണത്തിന് വേണ്ടിയിട്ട് ഉറവിള് കൂട്ടിയിരുന്നു. അന്ന് കർഷകർക്ക് വേണ്ടി സമരം ചെയ്യാൻ ഇവിടെ ഉണ്ടായിരുന്നത് കർഷക മോർച്ചയാണ്. നിങ്ങൾ അന്ന് ലോകം മുഴുവൻ ചുറ്റുന്ന തിരക്കിലായിരുന്നു. ഇവിടുത്തെ കർഷകരെ നിങ്ങൾക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് പാലക്കാട് MP-ക്കും പാലക്കാട് MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലും അന്ന് കർഷകരോട് പ്രേമം തോന്നിയതും ഒരു ജാഥ നടത്തിയതും. ഇപ്പൊ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു, നിങ്ങളുടെ കർഷക പ്രേമം പുറത്തു വന്നിരിക്കുക. തട്ടിക്കൂട്ടി നടത്തിയ നിങ്ങളുടെ ഇന്നത്തെ കാലത്തെ യാത്രയെല്ലാം ഞങ്ങൾ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ പാലക്കാട്ടെ കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് എവിടെയാ? നിയമസഭയ്ക്ക് അകത്തല്ലേ? കൃഷിമന്ത്രി കർഷകരെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന സമയത്ത് നിയമസഭയ്ക്ക് അകത്ത് അതിനെ ചോദ്യം ചെയ്ത് നെല്ല് സംഭരണം കൃത്യസമയത്ത് ആരംഭിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിക്കേണ്ട, കൃത്യസമയത്ത് സംഭരണ വില പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിപ്പിക്കേണ്ട നിങ്ങൾ പാലക്കാട്ടെ കർഷകരെ വഞ്ചിച്ചു പോയിട്ട് ഇപ്പോൾ 6 മാസം തികയാൻ പോവുക. നിങ്ങളുടെ കർഷക പ്രേമത്തെ സംബന്ധിച്ച്, നിങ്ങളുടെ വഞ്ചനയെ സംബന്ധിച്ച് പാലക്കാട്ടത്തെ കർഷകർക്കറിയാം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കർഷക മോർച്ചയാണ് പാലക്കാട്ടെ നെൽകർഷകർക്ക് വേണ്ടിയിട്ട് സപ്ലൈകോ ഉദ്യോഗസ്ഥർ ഉപരോധിക്കുകയും നിരവധി കർഷക മാർച്ചുകൾ സപ്ലൈകോയിലേക്ക് സംഘടിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഇവിടുത്തെ കർഷകരോഷം ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ സമരം കേവലം ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് തീരില്ല. ഇവിടുത്തെ കർഷകന് ന്യായമായിട്ടുള്ള സംഭരണ വില ലഭിക്കുന്നത് വരെ 35 രൂപയാണ് അവൻ സംഭരണ വിലയായിട്ട് ആവശ്യപ്പെടുന്നത്. ആ സംഭരണ വില ലഭിക്കുന്നത് വരെ, കൃത്യസമയത്ത് അവന്റെ സംഭരണ വില അവന്റെ കൈകളിൽ എത്തുന്നത് വരെ, കൃത്യസമയത്ത് നെല്ല് സംഭരിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ സമരം തുടരും. ഈ തെരഞ്ഞെടുപ്പ് മുമ്പുള്ള ഈ ഞങ്ങളുടെ സമരം ഇത് പ്രതീകാത്മക സമരമാണ്. രണ്ട് മുന്നണികളെയും കർഷകരെ കുറിച്ച് ആലോചിക്കാൻ, അവരെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക സമരമാണ് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ കർഷക സുഹൃത്തുക്കൾക്കും BJP യുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.